ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് വിവോൻ്റെ മറ്റൊരു മിഡ് റേഞ്ച് ഡിവൈസാണ്. വിവോൻ്റെ വൈ സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസാണ് Y400 5G. അപ്പോൾ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പാണ് വിവോ Y400 Pro 5G ഇറങ്ങിയത്. അത് അറൌണ്ട് 25,000 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. 8128 വേരിയൻറ്റ്. ഇത് അതിൻ്റെ കുറച്ചുകൂടെ ബജറ്റ് വേരിയൻ്റ് ആണ്, അതായത് കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞ വേരിയൻ്റ് ആണ് വിവോ Y400 5G. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, എന്നാൽ ചില പോരായ്മകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വിവോ Y400 5Gൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ വില നമുക്കിപ്പോൾ അറിയില്ല. ബോക്സ് തുറന്നിട്ട് നമ്മൾ സ്പെസിഫിക്കേഷനും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ. കാരണം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വിവോ Y400 5Gൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുറക്കാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. വിവോ Y400 എന്ന് എഴുതിയാണ്. രണ്ട് കളറിൻ്റെയും പടം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ സൈഡിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ്. 90 വാട്ട് ഫ്ലാഷ് ചാർജ്, 6000 mAh ബാറ്ററി, 120 Hz AMOLED ഡിസ്പ്ലേ, IP68 69 ഉണ്ട്, AI എഫിഷ്യൻസി ടൂൾസും ഉണ്ട്, അതേപോലെ രണ്ട് കളേഴ്സും കാണാം. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വൈറ്റ് 8256 വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ മുകളിൽ ഡിവൈസാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബോക്സിനകത്ത് വരുന്ന ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. ഇവിടെ കട്ട് ഔട്ടൊക്കെ ഉള്ള TPU കേസാണ്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ആണ്. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സാർ വാല്യൂ കാണാം. 0.99 ഹെഡ് സാറും ബോഡി സാറ് 0.82 ആണ്. പിന്നെ കിട്ടുന്നത് ഒരു 90 വാട്ട് അഡാപ്റ്ററാണ്. ഇതാണ് 90 വാട്ട് അഡാപ്റ്റർ. ഇത് കൂടാണ്ട് തന്നെ നമുക്കൊരു ചാർജിങ് കേബിൾ ഉണ്ട്, ഒരു സിം ഇജക്റ്റ് പിന്നുണ്ട്. ഇപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ വിവോ Y400 5G. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഡിവൈസ് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കിൽ ഒരു ഗ്ലോസി പാനലാണ്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, എന്നാലും നല്ലൊരു ഫിനിഷ്ഡ്. അതേപോലെ തന്നെ നമുക്കൊരു പാറ്റേൺ കാണാൻ സാധിക്കും ഇവിടെ ബാക്ക് പാനലിൽ. ക്യാമറ ലേഔട്ടും കഴിഞ്ഞ വർഷത്തെ വിവോ Y300 പോലെ തന്നെയാണ് ക്യാമറ ഡെക്കോറും വന്നിരിക്കുന്നത്. പ്രൈമറി 50 MP, ഒരു ഡെപ്ത് സെൻസർ, പിന്നെ ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് LED ലൈറ്റ് കാണാം, വിവോൻ്റെ ബ്രാൻഡിങ് കാണാം, LED ഫ്ലാഷും കാണാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ സൈഡ് പാനലിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു മെറ്റലിൻ്റെ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇതൊരു മാറ്റ് ഫിനിഷ്, അത് പ്ലാസ്റ്റിക് ബോഡിയാണ്, എന്നാലും ഒരു മെറ്റലിൻ്റെ ഫീൽ ഇവിടെ കിട്ടുന്നുണ്ട്. പവർ ആൻഡ് വോളിയം പീസ് കാണാം. മുകളിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. താഴത്ത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, അതേപോലെ സിം ട്രേ കാണാം. മോൾ ഭാഗത്ത് നമുക്ക് സ്പീക്കർ ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. നമുക്ക് ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസൈനിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെസൽസ് ആണ്. താഴത്തെ ബെസൽസ് കുറച്ച് അധികമാണ്, എന്നാൽ സൈഡിലും മുകളിലത്തും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറെക്കുറെ ഇതൊക്കെയാണ് വരാറ്. വലിയ പ്രോബ്ലംസ് ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ തിക്നെസ് പറഞ്ഞു വെച്ചാൽ 7.9 mm ആണ് തിക്നെസ് വരുന്നത്. വളരെ സ്ലിം ആണെന്ന് പറയാം. 197 ഗ്രാമാണ്. കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുക. IP69 IP68 റേറ്റിംഗും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈ ഡിസൈൻ ലാംഗ്വേജ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അതേപോലെ ആ ഡിസൈനിലെ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിലൊന്ന് പോകാം. ഡിസ്പ്ലേ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, ഇവിടെ AMOLED ഡിസ്പ്ലേ ആണ്. റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലേ, സ്ക്രീൻസ് റിഫ്രഷ് റേറ്റ് ഹൈ ആണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ 1800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. P3 വൈഡ് കളർ ഗ്യാമറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ല കളേഴ്സാണ്, റിച്ച് കളേഴ്സാണ്. ടച്ച് റെസ്പോൺസും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്, അതിൽ കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. മൾട്ടിമീഡിയ ഒക്കെ കാണാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. വിവോൻ്റെ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൺ ടച്ച് OS ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അബൌട്ട് ഡിവൈസ് എടുക്കാം. വിവോ Y400. ഇതിനകത്ത് ഫൺ ടച്ച് OS 15 ആണ്. Android 15 out of the box, 8256 വേരിയൻ്റ് ആണ്. Snapdragon 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോം ആണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വിവോയിൽ കിട്ടുന്ന പോലെ തന്നെ ഉള്ള UI എക്സ്പീരിയൻസ് ആണ്. കുഴപ്പമില്ലാത്തൊരു UI എക്സ്പീരിയൻസ്. അഡീഷണൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എഫക്ട്സ് ഉണ്ട്, തീമിംഗ് സപ്പോർട്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ടൂൾസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് നാവിഗേഷൻ, അങ്ങനത്തെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. പിന്നെ വിവോൻ്റെ UI കുഴപ്പമില്ല. എഗെയിൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് UI അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു UI ആണ്. ഇനി ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട്. ഫോൺ പേ ഉണ്ട്.
അതേപോലെ ട്രൂ കോളർ, നെറ്റ്ഫ്ലിക്സ്, ലിങ്ക്ഡിന്, ഗെയിംസ് ഇൻസ്റ്റാൾഡ് ആണ്, ആപ്സും ഇത് ഇൻസ്റ്റാൾഡ് ആണ്. ഇതൊക്കെ ലിങ്കാണ് ആക്ച്വലി, ഇതൊരു ആപ്പ് ഇൻസ്റ്റലേഷൻ അല്ല. എന്നാലും ബ്ലോട്ട് വേസ് വലിയധികം ഇല്ല എന്ന് പറയാം. കുഴപ്പമില്ലാത്ത രീതിയിലാണ് ബ്ലോട്ട് വേസ് കൊടുത്തിട്ടുണ്ട്, വലിയ പ്രോബ്ലംസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ബ്ലോട്ട് വേസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം വെച്ച് കുഴപ്പമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. എഗെയിൻ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, നല്ല ടച്ച് റെസ്പോൺസുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. ഇതാണ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇത് കുറച്ച് പിന്നോട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, അതായത് ഒരു 20,000 രൂപേൻ്റെ റേഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വിവോ Y300 ഈ ഒരു റേഞ്ച് ആയിരുന്നു, അതേ റേഞ്ചിലാണ് ഇതും വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അത്രയ്ക്കൊരു മികച്ചതല്ല, ഡെഫിനറ്റ്ലി പറയാം. കാരണം സ്നാപ്ഡ്രാഗൺ 4 Gen 2 എൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.5 ലക്ഷമാണ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ. അപ്പോൾ ആ സ്കോർ വെച്ച് ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡെഫിനറ്റ്ലി ലോവർ ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ. സ്നാപ്ഡ്രാഗൺ 4 Gen 2 അറൌണ്ട് 10 to 12 or 13,000 റുപ്പീസിനൊക്കെ അകത്ത് നിൽക്കുന്ന ഡിവൈസസിലാണ് വരാറ് സാധാരണ. ഇവിടെ കുറച്ചുകൂടെ പ്രൈസ് കൂടി ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സർ അത്രയ്ക്ക് മികച്ച എക്സ്പീരിയൻസ് അല്ല നൽകുന്നത്. ഇവിടെ നമുക്ക് ഡിമെൻസിറ്റി 7300 7400 ചിപ്പൊക്കെ വരുന്ന ഒരു പ്രൈസ് കാറ്റഗറിയാണ്. അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 2 ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ സോറി Gen 4 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല. എന്നാൽ UFS 3.1 കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല ആസ്പെക്റ്റ് ആണ്. അതേപോലെ LPDDR 4X റാമാണ് വരുന്നത്. അഗെയിൻ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ അത്ര പവർഫുൾ അല്ലാന്നേ ഉള്ളൂ, സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്, ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് അനുയോജ്യമായ ഒരു പ്രോസസ്സർ അല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതാണ് വിവോ Y400 പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്ക് ഒന്ന് ഡീസെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ അതിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊന്നും കുഴപ്പമില്ല. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ വലിയ കോംപ്രമൈസസ് ഇല്ല എന്ന് പറയാം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വിവോ ജനറലി വരുന്ന സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 4 Gen 2 ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് അനുയോജ്യമായ ഒരു പ്രോസസ്സർ അല്ല. ഇനി ക്യാമറയിലോട്ട് പോകാൻ നമുക്ക് ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത് 50 MP പ്രൈമറി ക്യാമറയാണ്, f1.8 അപ്പർച്ചറാണ്, ഒരു 2 MP ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പോർട്രേറ്റ് സെൻസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ സെൽഫി ക്യാമറയാണ് 32 MP സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഗെയിൻ ഇതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വിവോ Y400 പ്രോയിലും വന്നത്. ഏറെക്കുറെ സിമിലർ എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് 4K സപ്പോർട്ട് ഇല്ല ആക്ച്വലി. 1080p 60 FPS ഉള്ളൂ ഈ സ്നാപ്ഡ്രാഗൺ 4 Gen 2. അതൊരു പോരായ്മയായിട്ട് പറയാം. കാരണം പ്രോസസ്സറിനനുസരിച്ചിരിക്കും 4K സപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് 4K സപ്പോർട്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് 1080p 60 FPS ഉള്ളൂ. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ റിയർ ക്യാമറയിലും 1080p 30 FPS ഉള്ളൂ. ഐ മീൻ റിയർ ക്യാമറയിൽ 1080p 60 FPS ഫ്രണ്ട് ക്യാമറയിൽ 30 FPS സപ്പോർട്ടഡ് ഉള്ളൂ. അപ്പോൾ ഇതാണ് ക്യാമറയിൽ ഒരു പോരായ്മ, 4K സപ്പോർട്ട് ഇല്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലാണെങ്കിൽ പോലും 4K സപ്പോർട്ട് ഇല്ല എന്ന് പറയാം. ഇനി ക്യാമറ സാമ്പിൾസും നോക്കാം. ഇതൊക്കെയാണ് വിവോ Y400 ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ക്യാമറയ്ക്ക് വേഴ്സിറ്റാലിറ്റി ഇല്ല എന്ന് പറയാം. കാരണം ജസ്റ്റ് ഒരു പ്രൈമറിയും സെൽഫി ക്യാമറയേ ഉള്ളൂ. പിന്നെ അതേമാതിരി 4K റെക്കോർഡിംഗ് ഇല്ല. ഓവറോൾ ക്യാമറ സാമ്പിൾസ് ആക്സെപ്റ്റബിൾ ആണ്, ഡെഫിനറ്റ്ലി കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. വിവോ Y400 പ്രൈമറി 50 MP സെൽഫി ക്യാമറ 32 MP ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകാം. ഇവിടെ നല്ലൊരു ആസ്പെക്റ്റ് ആണ്. കാരണം 6000 mAh ബാറ്ററി, 90 W ചാർജിങ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നല്ല ഒരു ഫീച്ചറാണ് പറയാം. 6000 mAh ബാറ്ററി നല്ലോണം ലാസ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, AMOLED, അതേപോലെ തന്നെ പ്രോസസ്സർ അത്രയ്ക്ക് ഒരു ഹെവി ഇതല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. 6000 mAh ബാറ്ററി, അതിനൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് 90 W ഉണ്ടെന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. കാരണം ഈ സെഗ്മെന്റിൽ പൊതുവേ ചിലതിനൊക്കെ 45, 66 ഒക്കെയാണ് വരുന്നെങ്കിലും നമ്മുടെ 90 W ഉണ്ട്. എന്നാൽ ചില ഫോൺസ് 90 W ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. ഇതിൽ അതുണ്ട് എന്നുള്ളത് നല്ലൊരു ഫീച്ചറായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ Y400 5Gൻ്റെ ഒരു അൺബോക്സിങ് എക്സ്പീരിയൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഡിസൈൻ കൊള്ളാം, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്, IP68 IP69 റേറ്റിംഗ് ഉണ്ട്, അതും നല്ലതാണ്. കുറച്ചും കൂടെ നല്ല ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു ഫിനിഷ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേ കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയുക, AMOLED 120 Hz അത് നല്ലതാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കുഴപ്പമില്ല, വലിയ പോരായ്മകളൊന്നും പറയാനില്ല. ക്യാമറയും ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാറ്ററി ലൈഫും അടിപൊളിയാണ്. എന്നാൽ ഇതിൻ്റെ പോരായ്മകൾ പറയുക ഇതിൻ്റെ പ്രോസസ്സർ
പ്രോസസ്സർ അത്രയ്ക്ക് മികച്ചതല്ല, ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് വേണ്ട ഒരു പ്രോസസ്സർ അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറാസിൽ 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വിവോ Y400 എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതിന് വില അഗെയിൻ 20,000 ആ റേഞ്ചിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 21,000 ആ റേഞ്ചിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് വേരിയന്റിലാണ്, 8128, 8256 ആണ് വരുന്നത്. രണ്ട് കളേഴ്സാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രീനും ഉണ്ട്, അതേപോലെ ഒരു വൈറ്റ് കളറുമാണ് വരുന്നത്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. വിവോ Y400 5Gൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.